കൺവേർട്ട് ദി ഫോളോയിങ് എഴുതുക. കൺവേർട്ട് ദി ഫോളോയിങ് എഴുതിയോ? ഒന്ന് എഴുതുക, ബെൻസീൻ ടു അനിലിൻ. ബെൻസീൻ ടു അനിലിൻ. അപ്പോൾ നമുക്ക് 1 by 1 ആയി ചെയ്യാം. ബെൻസീൻ ടു അനിലിൻ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് പഠിപ്പിച്ച റിയാക്ഷൻ ആയതുകൊണ്ട് നേരിട്ട് എൻ്റെ കൂടെ തന്നെ എഴുതിയാൽ മതി. ബെൻസീൻ റിംഗ് അല്ലേ ഉള്ളത്, അതിനാദ്യം കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും ചേർത്തിട്ട് നൈട്രേറ്റ് ചെയ്യുക. അപ്പോൾ നൈട്രോ ബെൻസീൻ കിട്ടും. നൈട്രോ ബെൻസീൻ അല്ലേ? ആ നൈട്രോ ബെൻസീൻ അനിലിനാക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? ആ നൈട്രോ ബെൻസീനെ നമ്മൾ ഏത് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക? Fe⁻HCl അല്ലെങ്കിൽ SN⁻HCl. ഓർമ്മയില്ലേ? അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? ബെൻസീൻ റിങ് NH2 അനിലിൻ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വേർഡ്സിൽ എഴുതണ്ട, ബെൻസീൻ റിങ് എഴുതുക. എയറോ മാർക്കിൻ്റെ മുകളിൽ ഒന്നുകിൽ നൈട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് HNO3 കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ? അപ്പോൾ ഇത് ബെൻസീൻ, ഇതോ നൈട്രോ ബെൻസീൻ. നൈട്രോ ബെൻസീൻ കിട്ടിയില്ലേ? ഇനി ഇതിന് റിഡക്ഷൻ നടത്തുക, Fe⁻HCl. അപ്പോൾ ബെൻസീൻ റിങ് NH2, ഇതിൻ്റെ പേര് അനിലിൻ. ഓക്കെ, രണ്ടാമത്തെ കൺവേർഷൻ എഴുതുക, ബെൻസീൻ ടു NN ഡൈമീഥൈൽ അനിലിൻ. ബെൻസീൻ ടു N, ഡൈമീഥൈൽ അനിലിൻ. NN ഡൈമീഥൈൽ അനിലിൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള സ്റ്റെപ്പ് ഒന്നുകൂടി എഴുതണം. എന്നിട്ട് ഈ നൈട്രോ അനിലിനെ NN ഡൈമീഥൈൽ അനിലാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക, മീഥൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. മീഥൈൽ ക്ലോറൈഡോ ബ്രോമൈഡ് അയഡോ, നല്ലത് മീഥൈൽ അയഡൈഡാണ്. പക്ഷേ ഇത് നിങ്ങൾ 2 മോൾ എഴുതണം. 2 മോൾ കേട്ടോ, 2 മോൾ. എന്തുകൊണ്ടറിയോ? ഇവിടെ NN ഡൈമീഥൈലിൽ എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2 മീഥൈൽ. അപ്പോൾ ഇവിടെ ഈ 2 H പകരം 2 മീഥൈൽ വരും കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? 2 മോൾ എഴുതുക. അത് എത്ര മോളാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഏത് അറോമാറ്റിക് അമീൻസ് ആണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുന്നതിന് കറക്റ്റായിട്ട് ആ ഇത് കിട്ടും. അപ്പോൾ Nൻ്റെ കൂടെ എത്ര C3 വന്നു? 2 C3. അപ്പോൾ NC3 ട്വൈസ് പഠിച്ചല്ലോ. അതാണ് NN ഡൈമീഥൈൽ അനിലിൻ. ക്ലിയർ? NN ഡൈമീഥൈൽ അനിലിൻ. അപ്പോൾ ബെൻസീൻ ടു അനിലിനും പഠിച്ചു, ബെൻസീൻ ടു NN ഡൈമീഥൈൽ അനിലിനും പഠിച്ചു. ഞാൻ ചെറിയ ഡയറക്റ്റ് കൺവേർഷൻ പറയുന്നില്ല, കാരണം നിങ്ങൾ നേരത്തെ ചെയ്തതാണത് അല്ലേ? ഓക്കെ, അതായത് അസറ്റമൈഡ് ടു മീഥൈൽ അമീൻ, അതൊക്കെ നേരത്തെ പഠിപ്പിച്ചാണ്. അപ്പോൾ അതേപോലെ ചെയ്തിട്ടുണ്ട്. ബെൻസമൈഡ് ടു അനിലിൻ, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ കൺവേർഷൻ എഴുതിക്കോ. അതില്ലേ, മീഥൈൽ ക്ലോറൈഡ് ടു ഈഥൈൽ അമീൻ. മീഥൈൽ ക്ലോറൈഡ് ടു ഈഥൈൽ അമീൻ എഴുതിയോ? മീഥൈൽ ക്ലോറൈഡ് ടു ഈഥൈൽ അമീൻ. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതുക, മീഥൈൽ ക്ലോറൈഡ് C3Cl. ഈഥൈൽ അമീൻ ആകുമ്പോൾ ഒരു കാർബൺ അധികം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു കാർബൺ കൂട്ടണമെങ്കിൽ നമ്മൾ പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിക്കുക. സോഡിയം സയനൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്. ഈ Clഉം Kയുടെ KCl ആവും. നമുക്ക് എന്ത് കിട്ടും? CH3Cn കിട്ടിയില്ലേ? C3Cn -KCl. പേര് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ പേര് അസറ്റോ നൈട്രൈൽ അല്ലെങ്കിൽ ഈഥൈൻ നൈട്രൈൽ. മുമ്പ് എഴുതിയ പേര് ഞാൻ ഓരോന്നായിട്ട് ആദ്യം എഴുതിക്കൊണ്ടിരിക്കണില്ല. അസറ്റോ നൈട്രൈൽ അല്ലെങ്കിൽ ഈഥൈൻ നൈട്രൈൽ. ഇനി ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഏതെങ്കിലും. ഞാൻ 3 റെഡ്യൂസിങ് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? CH3 CH2 NH2 കിട്ടിയോ? അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ഒരു കാർബൺ കൂടുതലുള്ള ഒരു അമീനാക്കി കൺവേർട്ട് ചെയ്യണം. പഠിച്ചോ? ക്ലിയർ? ഇനി അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് മൂന്നാമത്തെ കൺവേർഷൻ എഴുതിക്കോ. ഓക്കെ, മൂന്നാമത്തെ കൺവേർഷൻ പിന്നെ ഈഥൈൽ അമീനാക്കി മാറ്റിയില്ലേ? ഇനി അടുത്തത് നെക്സ്റ്റ് എഴുതിക്കോ, അസറ്റിക് ആസിഡ് ടു മീഥൈൽ അമീൻ. അസറ്റിക് ആസിഡ് ടു മീഥൈൽ അമീൻ. അസറ്റിക് ആസിഡ് ടു മീഥൈൽ അമീൻ. മൂന്നാമത്തെ നാലാമത്തെ നമ്പർ ഞാൻ പറയുന്ന ഓർഡറിലും എഴുതിയാണ്. അസറ്റിക് ആസിഡ് ടു മീഥൈൽ അമീൻ. അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH ആണ്. അതിനെ മീഥൈൽ അമീൻ ആക്കുമ്പോൾ ഒരു കാർബൺ കുറക്കണം. ഒരു കാർബൺ കുറക്കണമെങ്കിൽ ഇതിനെ നമ്മൾ അമൈഡാക്കി മാറ്റുക. NH3 ബാർ ഹീറ്റ് ഓർമ്മയില്ലേ? -H2O. അപ്പോൾ C3CO NH2 ആവും. കാർബൺ കുറക്കുന്ന റിയാക്ഷൻ അല്ലേ, ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. അപ്പോൾ C3CO NH2 ഇത് അസറ്റമൈഡ് ആവും. അസറ്റമൈഡ് കേട്ടോ, അസറ്റിക് ആസിഡ് അസറ്റമൈഡായി മാറി.
അതിനുശേഷം ബ്രോമിനും ആൽക്കലി NaOH KOH ഉപയോഗിച്ചാൽ ഓർമ്മയില്ലേ -Na2CO3 ഈ CO ഇവിടുന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3NH2. അപ്പോൾ മീഥൈൽ അമീനായി കേട്ടോ. അസറ്റിക് ആസിഡ് ടു മീഥൈൽ അമീൻ. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ആസിഡിനെ ഒരു കാർബൺ കുറവുള്ള അമീനാക്കി മാറ്റി. ക്ലിയർ? ഇനി അടുത്ത നമ്പർ ഇട്ട് എഴുതിക്കോ. അസറ്റിക് ആസിഡ് ടു ഈഥൈൽ അമീൻ. അസറ്റിക് ആസിഡ് ടു ഈഥൈൽ അമീൻ എഴുതിയോ? അസറ്റിക് ആസിഡ് ടു ഈഥൈൽ അമീൻ. അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല C3COH ആണ്. അപ്പോൾ അതേ നമ്പർ കാർബണിൽ അമീനാക്കി മാറ്റണം. അപ്പോൾ ഒരു പണിയില്ല. ആദ്യം അമോണിയ ചേർത്ത് ചൂടാക്കുക. അപ്പോൾ അമൈഡായി മാറും. C3CONH2 ആയി മാറും. പഠിച്ചില്ലേ? C3COH C3CONH2. ഇനി നിങ്ങൾ ഇതിന് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താൽ എന്ത് കിട്ടും? പറയും. ഈ CONH2 CH2NH2. അപ്പോൾ CH3CH2NH2 ഈഥൈൽ അമീനായി മാറി. ക്ലിയർ? C3CH2NH2 എന്താണ്? ഈഥൈൽ അമീൻ. ഓക്കെ, ക്ലിയർ? ശരിയായില്ലേ? അപ്പോൾ അസറ്റിക് ആസിഡ് മീഥൈൽ അമീനുമായി, അസറ്റിക് ആസിഡ് ടു എന്തായി? ഈഥൈൽ അമീനുമായി അല്ലേ? അപ്പം അങ്ങനെയുള്ള കൺവേർഷൻസ് ഏത് വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഐഡിയ ഏകദേശം മനസ്സിലായിരിക്കുന്നത്. ഇനി അടുത്തത് പിന്നെ എന്താണ്? മീഥൈൽ ക്ലോറൈഡ് ടു ഈഥൈൽ അമീൻ പഠിച്ച അതേപോലെയാണ് ഈഥൈൽ ക്ലോറൈഡ് ടു പ്രൊപ്പൈൽ അമീൻ. കേട്ടോ? ഈഥൈൽ ക്ലോറൈഡ് ടു പ്രൊപ്പൈൽ അമീൻ ആകുമ്പോൾ ഇതേ സ്റ്റെപ്പ് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസ് എഴുതിയല്ലോ. അമീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് ആണ്. ബേസിക് സ്ട്രെങ്ത്. അപ്പോൾ ബേസിക് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഒരേ ഒരു ഫാക്ടർ കൊണ്ട് ബേസിക് സ്ട്രെങ്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 3 ഫാക്ടർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ 3 ഫാക്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരു അമീനോ ഗ്രൂപ്പ് NH2 ഏതെങ്കിലും ഏത് അമീനായാലും അതിൻ്റെ കൂടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. പ്രൈമറി അമീനാകുമ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. സെക്കൻഡറി അമീനാകുമ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും ഇല്ലേ? ടേഴ്സറി അമീനാകുമ്പോൾ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. ഈ എന്തുകൊണ്ട് അമീൻസ് ബേസിക് ആവുന്നു? അപ്പോൾ ഒന്ന് ഹെഡിങ് എഴുതണേ, ബാക്കി ഞാൻ പറഞ്ഞു തരും. ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് ഹെഡിങ് എഴുതുക. ഫസ്റ്റ് പോയിന്റ് ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്. എന്തുകൊണ്ട് അമീൻസ് ബേസിക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ലോൺ പെയർ. ഈ ലോൺ പെയറിനെ കണ്ടിട്ടല്ലേ H+ വരുന്നത്. അപ്പോൾ അമീൻസ് എന്തുകൊണ്ട് ബേസ് ആവുന്നു? അമീൻസിൽ ഏത് അമീനായാലും അതിൽ ലോൺ പെയർ ഉണ്ടായതുകൊണ്ട്. കേട്ടോ? എല്ലാ അമീൻസിലും എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഉണ്ടായതുകൊണ്ട് ആ ലോൺ പെയറിനെ കണ്ടിട്ടാണ് ആര് വരുന്നത്? H+ ആയ ആസിഡ് വരുന്നത്. ആസിഡ് എന്തുകൊണ്ടാണ് വരുന്നത്? ബേസ് ആയതുകൊണ്ടല്ലേ അല്ലേ? ആസിഡ് എന്താ കൊണ്ടാണ് ബേസിൻ്റെ അടുത്തേക്ക് വരുന്നത്? ആസിഡിന് ആരാ വേണ്ടത്? ബേസല്ലേ വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദി ബേസ് അമീൻസ് എന്തുകൊണ്ട് ബേസിക് ആവുന്നു? എന്തുകൊണ്ട് അമീൻസ് ബേസിക് ആവുന്നു? ലോൺ പെയർ ഉണ്ടായതുകൊണ്ട് അല്ലേ? മനസ്സിലായോ? എഴുതിക്കോ എല്ലാവരും. ദി ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ്. ദി ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദി ബേസിക് ക്യാരക്ടർ. ഞാൻ എഴുതേണ്ട സെൻറ്റൻസിൽ കൃത്യമായി പറഞ്ഞുതരും, അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ദി ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം. ദി ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം. എഴുതിയില്ലേ? ദി ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം. ഇനിയോ അതിൻ്റെ കൂടെ തന്നെ എഴുതിക്കോ. ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്. ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്. ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്. ഏതാണ് കൂടുതൽ ഏതാ കുറവ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് ബ്രാക്കറ്റിൽ ഇൻ അക്വസ് സൊല്യൂഷൻ ആണ്. ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് ഹെഡിങ് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? ബ്രാക്കറ്റിൽ ഇൻ അക്വസ് സൊല്യൂഷൻ കേട്ടോ. ഗ്യാഷ്യസ് ഫേസിൽ വേറെയാണ് ഐഡിയ, അതുകൊണ്ടാണ് ഇൻ അക്വസ് സൊല്യൂഷൻ എഴുതിയോ? അപ്പോൾ എന്താ എഴുതി? ദി ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം. ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് അല്ലേ? ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ്. ക്ലിയർ? ഇനി ഞാൻ ഒന്നാമത്തെ ഫാക്ടർ പറഞ്ഞുതരാം. ഇവിടെ ലോൺ പെയർ അല്ലേ ഉള്ളത്. ഈ ലോൺ പെയർ ഉള്ള നൈട്രജനിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ കൊടുക്കുന്നു, പ്ലസ് ഐ ഇഫക്റ്റ് കണ്ടോ.
അപ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ ലോൺ പെയർ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർ ഡെൻസിറ്റി കൂടൂലേ? കാരണം ഈ ലോൺ പെയർ ഇവിടെ ഉണ്ട്, ഈ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കില്ലേ എന്ന്. അപ്പോൾ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടും, ബേസിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് വിത്ത് പ്ലസ് ഐ ഇഫക്റ്റ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പ്ലസ് ഐ ഇഫക്റ്റ്, ബേസ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2. ഇവിടെ എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്? 3. മനസ്സിലായോ അല്ലേ? അപ്പോൾ നമ്മൾ ടേർഷ്യറി അമീനാണ് കൂടുതൽ ബേസിക് ആവേണ്ടത്. അങ്ങനെ പറയാനായിട്ടില്ല. 3 ഫാക്ടർ കൂടെ പഠിച്ച് ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഐഡിയ പറയുക. കേട്ടോ? അപ്പോൾ എഴുതിക്കോ, ഒന്ന് എഴുതിക്കോ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഒന്ന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കോ വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് alkyl groups with increase in number of alkyl groups with the electron donating plus I effect, electron donating plus I effect, the electron density on nitrogen increases, the electron density on nitrogen increases and hence basic strength increases. The electron density on nitrogen increases and hence basic strength increases. ഞാൻ ഇത്രേ പറയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ടേർഷ്യറി അമീനിൽ എന്നിൻ്റെ കൂടെ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ബേസിക് ആയിട്ടില്ല, പറയാനായിട്ടില്ല. രണ്ടാമത്തെ എഫക്റ്റ് എഴുതിക്കോ, സ്റ്റെറിക് എഫക്റ്റ്. STERIC, സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ്. ഈ സ്റ്റെറിക് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. SN1 SN2 ഒക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് SN2 പറയുമ്പോൾ ഈ ടേർഷ്യറി അമീനിൽ 3 പ്ലസ് ഐ ഇഫക്റ്റിലെ ഗ്രൂപ്പില്ലേ, പക്ഷേ ഒരു H+ അറ്റാക്ക് ചെയ്യുന്ന ആരെയാ? ഈ ലോൺ പെയറിനല്ലേ. അപ്പോൾ ഈ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയറിന് കണ്ടിട്ടല്ലേ H+ വരുന്നത്. അപ്പോൾ H+ വരുമ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ 2 സൈഡിലും ആരുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് ആര് വരുന്നത് ഇഷ്ടമല്ല. ആൽക്കൈൽ ഗ്രൂപ്പ് ഈ ഇലക്ട്രോൺ പെയറിന് എൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി ഇലക്ട്രോൺ കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ H+ വരുന്നത് ആർക്കും ഇഷ്ടമല്ല? ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്. അപ്പോൾ ഈ H+ ഇതിലൂടെ വരുമ്പോൾ ഈ 2 സൈഡിലുള്ള ബോഡി ഗാർഡായി നിൽക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് H+ നല്ല കൊടുക്കും. അപ്പോൾ പേടിച്ച് ഈ H+ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരും. അപ്പോഴും അവിടെയും എന്തുണ്ട്? 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. വീണ്ടും ഇപ്പുറത്തെ ഭാഗത്തേക്കൂടെ വരാനുള്ള ശ്രമം നടത്തിയാൽ അവിടെയും ആരുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെറിക് എഫക്റ്റ് ടേർഷ്യറി അമീനാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം H+ന് ലോൺ പെയറിന് H+ വരണമെന്നില്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സഹായിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ആർക്കത് ഇഷ്ടമല്ല. ആൽക്കൈൽ ഗ്രൂപ്പിന് ആ H+ വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ വഴിയിൽ വെച്ച് നല്ല കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് അല്ലേ H+ന് ആ ലോൺ പെയറിന് ഇഷ്ടമാണ്, ലോൺ പെയറിന് H+ന് ഇഷ്ടമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലോൺ പെയറിന് അടുത്തേക്ക് H+ വരുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിന് ഇഷ്ടമല്ല. അതാണ് സ്റ്റെറിക് എഫക്റ്റ്. ശാരീരികമായി നേരിട്ടു. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് കൂടുന്തോറും എന്ത് ചെയ്യും? അതിൻ്റെ H+ന് ഈ ലോൺ പെയറിൻ്റെ അടുത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറയും. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് കുറയും. അങ്ങനെ നോക്കുമ്പോൾ പ്രൈമറി അമീനാണ് സ്റ്റെറിക് എഫക്റ്റ് കുറവ്. മനസ്സിലായോ? അപ്പോൾ എഴുതിക്കോ, സ്റ്റെറിക് എഫക്റ്റ് എഴുതിക്കോ. വിത്ത് ഇൻക്രീസ് ഇൻ സ്റ്റെറിക് എഫക്റ്റ് എഴുതിയോ? വിത്ത് ഇൻക്രീസ് ഇൻ സ്റ്റെറിക് എഫക്റ്റ് ബ്രാക്കറ്റിൽ പ്രൈമറി ലെസ് ദാൻ സെക്കൻഡറി ലെസ് ദാൻ ടേർഷ്യറി. അപ്പോൾ കൂടുതൽ ടേർഷ്യറിക്കാണ്. വിത്ത് ഇൻക്രീസ് ഇൻ സ്റ്റെറിക് എഫക്റ്റ് the probability for the attack of H+, on nitrogen decreases. The probability for the attack of H+ on nitrogen decreases and hence basic strength decreases. Yes. മൂന്നാമത്തെ ഫാക്ടർ സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ. എന്താണ് മൂന്നാമത്തെ ഫാക്ടർ? എഴുതിക്കോ, സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ. എന്താ ഈ സോൾവേഷൻ പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൈമറി അമീൻ
എച്ച് പ്ലസ് അറ്റാക്ക് ചെയ്ത് എന്താ കിട്ടുക? ഈ എച്ച് പ്ലസ് ഇവിടത്തേക്ക് വന്നാൽ എന്താ കിട്ടുക? RNH3+ അല്ലേ? RNH3+. എന്നാൽ സെക്കൻഡറി അമീൻ ആണെങ്കിൽ അത് R2NH2+ ആവൂലേ? അല്ലേ? ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. R2NH + H+. എന്താ കിട്ടുക? R2NH2+. ഇതാണ് പ്രോട്ടോണേറ്റഡ് അമീൻ. എന്താണ് പ്രോട്ടോണേറ്റഡ് അമീൻ? ടേർഷ്യറി അമീൻ ആണെങ്കിലോ H+ അറ്റാക്ക് ചെയ്ത് എന്താ കിട്ടുക? R3NH+ അല്ലേ കിട്ടല്? ഇതെന്ത് അറിയോ? ഈ പ്രോട്ടോണേറ്റ് അമീനെ എന്താ പ്രോട്ടോണേറ്റ് അമീനെ എന്താണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് അറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ NH3+ ആണെന്നിരിക്കുക. ഈ പ്രോട്ടോണേറ്റ് അമീനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇതാ കണ്ടോ? സ്റ്റെബിലൈസ് ചെയ്യുന്നത് പിന്നെ വാട്ടറുമായിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ വാട്ടർ മോളിക്യൂള് OH2 അല്ലേ? ഇതാ ഈ ഓക്സിജനും ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും, ഇവിടെയും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൈമറി അമീനിൻ്റെ പ്രോട്ടോണേറ്റ് അമീനിന് 3 H ഉണ്ടാവും. കാരണം ഓൾറെഡി ഉള്ള 2 H കൂടാതെ H+ അറ്റാക്ക് ചെയ്ത 3 H. മനസ്സിലായോ? അപ്പോൾ ഈ വാട്ടർ ഇത് ചുറ്റും വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ വന്ന H+ന് അവിടുന്ന് പോകണം തോന്നൂല. കാരണം അതിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ചുറ്റുമുണ്ട്. മനസ്സിലായി? അപ്പോൾ ഏതാ സ്റ്റേബിള്? പ്രൈമറി അമീൻ്റെ പ്രോട്ടോണേറ്റ് അമീന്. അതേസമയം ടേർഷ്യറി അമീൻ്റെ പ്രോട്ടോണേറ്റ് അമീന് 1 H അല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് 1 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതാ കൂടുതൽ സ്റ്റേബിള്? പ്രൈമറി അമീൻ്റെ പ്രോട്ടോണേറ്റ് അമീനാണ്. അതിനാണ് കൂടുതൽ സോൾവേഷൻ പവർ. അപ്പോൾ സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ മനസ്സിലായല്ലോ? കൂടുന്തോറും അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ട് വരും. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് കൂടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രൈമറി അമീനാണ് കൂടുതൽ ബേസിക് അല്ലേ? മനസ്സിലായോ? അപ്പോൾ എഴുതിക്കോ. മൂന്നാമത്തെ ഫാക്ടർ സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ. സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ. എന്നിട്ട് എഴുതുക ഗ്രേറ്റർ ദി സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ. ഗ്രേറ്റർ ദി സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റഡ് അമീൻ. ഗ്രേറ്റർ ദി സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ അല്ലേ? ഗ്രേറ്റർ ദി സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ. ബ്രാക്കറ്റിൽ എന്താണ്? പ്രൈമറി ഗേദൻ, സെക്കൻഡറി ഗേദൻ, ടേർഷ്യറി അല്ലേ? ഗ്രേറ്റർ ദി സോൾവേഷൻ പവർ ഓഫ് പ്രോട്ടോണേറ്റ് അമീൻ. Greater is its stability. Greater is its stability. Greater is its stability. And higher is the basic strength. Greater is its stability and higher is the basic strength. Greater is its stability and higher is the basic strength. ഈ 3 ഫാക്ടറും ഒരുമിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളത് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ഫാക്ടർ നോക്കുമ്പോൾ ടേർഷ്യറിയാണ് കൂടുതൽ ബേസിക്. രണ്ടാമത്തെ ഫാക്ടർ നോക്കുമ്പോൾ പ്രൈമറിയാണ് കൂടുതൽ ബേസിക്. പക്ഷേ അതേ സമയത്തോ അല്ലേ? ഒന്നാമത്തെ ഫാക്ടർ നോക്കുമ്പോൾ ടേർഷ്യറി കൂടുതൽ ബേസിക് ആവാനുള്ള കാരണം അറിയാലോ, ഇൻഡക്റ്റീവിറ്റി കൂടിയതുകൊണ്ട്. പക്ഷേ അതേ സമയത്ത് രണ്ടാമത്തെ ഫാക്ടർ തീർത്തും എതിരാണ്. ആർക്ക്? ടേർഷ്യറിക്ക്. മൂന്നാമത്തെ ഫാക്ടർ നോക്കുമ്പോൾ അതും ടേർഷ്യറിക്ക് തീർത്തും എതിരാണ്, പ്രൈമറിക്കാണ് അനുകൂലം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 2 എണ്ണം പ്രൈമറിക്ക് അനുകൂലമാണെങ്കിൽ 1 എണ്ണം ടേർഷ്യറിക്ക് അനുകൂലമാണ്. പക്ഷേ ടേർഷ്യറിക്ക് 2 എണ്ണം പ്രതികൂലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും പ്രൈമറി അല്ലേ കൂടുതൽ ബേസിക് തിയറിക്കുക. പക്ഷേ സെക്കൻഡറിക്ക് ഒന്നും വളരെ അധികവുമില്ല, ഒന്നും വളരെ കുറവുമില്ല, എന്നാൽ അതോടൊപ്പം ഒന്നും എതിരല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിലാരാ വിജയിച്ചത്? സെക്കൻഡറി അമീൻ. ഒന്നുമില്ലാത്ത സെക്കൻഡറി അമീനാണ് വിജയിച്ചത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് അമീനാണ് കൂടുതൽ ബേസിക്? സെക്കൻഡറി അമീൻ. ക്ലിയർ ആയോ? അപ്പോൾ ആൽക്കൈൽ അമീൻസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബേസിക്കായ അമീൻ ഏതാണ്? സെക്കൻഡറി അമീനാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ ഇതിക്കോ ഓൺ ദി ബേസിസ് ഓഫ് ദി അബോവ് 3 ഫാക്ടേഴ്സ്. ഓൺ ദി ബേസിസ് ഓഫ് ദി അബോവ് 3 ഫാക്ടേഴ്സ്. On the basis of the above 3 factors, tertiary amine is most basic. On the basis of the above 3 factors, tertiary amine is, we can conclude that അങ്ങനെ എഴുതിക്കോ. we can conclude that tertiary amine is most basic. We can conclude that tertiary amine is most basic
എഴുതിയോ? വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ടേഷ്യറി അമീൻ ഈസ് മോസ്റ്റ് ബേസിക് എമംഗ് ദി അമിനോ കോമ്പൗണ്ട്സ്. എമംഗ് ദി അമിനോ കോമ്പൗണ്ട്സ്. ടേഷ്യറി അമീൻ അല്ല, സോറി, സെക്കൻഡറി അമീൻ. സെക്കൻഡറി അമീൻ ഈസ് മോസ്റ്റ് ബേസിക്. കറക്റ്റ് ചെയ്തേ. സെക്കൻഡറി അമീൻ ഈസ് മോസ്റ്റ് ബേസിക് എമംഗ് ദി അമിനോ കോമ്പൗണ്ട്സ്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ ഞാൻ പറയുന്ന സെൻറ്റൻസ്. ഓൺ ദി ബേസിസ് ഓഫ് ദി above 3 factors we can conclude that secondary amine is most basic among the amino compounds. among the amino compounds. ആയില്ലേ? യെസ്. ഇനി നിങ്ങൾ അടുത്ത ഒരു പോയിന്റ്, 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബേസിസ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ നോക്കണം. അമോണിയയും ആൽക്കൈൽ അമീൻസും ശ്രദ്ധിക്കുക. ആൽക്കൈൽ അമീൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേഷ്യറി അമീൻ. അമോണിയയിൽ 3 എച്ച് അല്ലേ, പക്ഷെ ആൽക്കൈൽ അമീൻ ആകുമ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ടാവില്ലേ? അപ്പോൾ പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട് ആർക്ക്? ആൽക്കൈൽ അമീൻ. അതുകൊണ്ട് തന്നെ എല്ലാ ആൽക്കൈൽ അമീൻസും, അതായത് പ്രൈമറി, സെക്കൻഡറി, ടേഷ്യറി, എല്ലാ ആൽക്കൈൽ അമീനും ഏതിനേക്കാൾ കൂടുതൽ ബേസിക് ആയിരിക്കും? അമോണിയേക്കാൾ. അതിന് കാരണം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്, പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്. പഠിച്ചോ? എഴുതിക്കോ. ഓൾ ആൽക്കൈൽ അമീൻസ്, ഓൾ ആൽക്കൈൽ അമീൻസ് ബ്രാക്കറ്റിലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഷ്യറി. എഴുതിയോ? ഓൾ ആൽക്കൈൽ അമീൻസ് ബ്രാക്കറ്റിൽ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഷ്യറി. എഴുതിയോ? ഓൾ ആൽക്കൈൽ അമീൻസ് ബ്രാക്കറ്റിൽ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഷ്യറി. എഴുതിയോ? മോർ ബേസിക് ദാൻ അമോണിയ, മോർ ബേസിക് ദാൻ അമോണിയ, മോർ ബേസിക് ദാൻ അമോണിയ due to plus I effect of alkyl group, due to plus I effect of alkyl group, due to plus I effect of ഏത്? alkyl group. ക്ലിയർ ആയല്ലോ? യെസ്, ഡ്യൂ ടു പ്ലസ് ഐ ഇഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ക്ലിയർ ആയില്ലേ? അത് ഓർമ്മിക്കുക. ഇനി നമുക്ക് അടുത്തതെന്ന് പറയേണ്ടത് ഇതാ, ഏത്? പിന്നെ മീഥൈൽ അമീൻ ഇല്ലേ? മീഥൈൽ അമീൻ CH3NH2. മീഥൈൽ അമീൻ എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മീഥൈൽ അമീൻ ആണെങ്കിൽ മീഥൈൽ അമീനിൽ വരുന്ന ടേഷ്യറി അമീൻ പ്രൈമറി അമീനിനേക്കാൾ കൂടുതൽ ബേസിക് ആണ്. നമ്മൾക്ക് സെക്കൻഡറി അമീനിലെ കൂടുതൽ ബേസിക്. അപ്പോൾ മീഥൈൽ അമീൻ ആണെങ്കിൽ ഏത്? ടേഷ്യറി അമീനായ ട്രൈമീഥൈൽ അമീൻ ലെസ് ബേസിക് ദാൻ മീഥൈൽ അമീൻ ആണ്. എന്നാൽ അതേ സമയത്ത് ഈഥൈലാണെങ്കിലേ അത് C2H5 ത്രൈസെൻ, ട്രൈ ഈഥൈൽ അമീൻ, അതായത് ടേഷ്യറി അമീൻ. ക്ലിയർ ആയല്ലോ? ടേഷ്യറി അമീൻ അത് മോർ ബേസിക് ദാൻ ഏത്? പ്രൈമറി അമീനായ ഈഥൈൽ അമീനാണ്. അതായത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, മീഥൈൽ ആണെങ്കിൽ മാത്രം ടേഷ്യറി അമീൻ ലെസ് ബേസിക് ദാൻ പ്രൈമറി അമീൻ ആണ്. വേറെ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയാലും ടേഷ്യറി അമീൻ മോർ ബേസിക് ദാൻ പ്രൈമറി അമീൻ ആണ്. കിട്ടുമെന്ന്? അപ്പോൾ ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് മീഥൈൽ, ടേഷ്യറി അമീൻ ലെസ് ബേസിക് ദാൻ പ്രൈമറി അമീൻ. എഴുതി എല്ലാവരും? റീസൺ ഞാൻ പറഞ്ഞുതരും. ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് മീഥൈൽ, ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് മീഥൈൽ, എഴുതിയോ? ടേഷ്യറി അമീൻ, ടേഷ്യറി അമീൻ ബ്രാക്കറ്റിൽ CH3 ത്രൈസെൻ എഴുതില്ലേ? ലെസ് ബേസിക് ദാൻ പ്രൈമറി അമീൻ. എഴുതിയോ? ബ്രാക്കറ്റിൽ പ്രൈമറി അമീൻ ആകുമ്പോൾ മീഥൈൽ അമീൻ CH3NH2. എന്താ കാരണം വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയ ആൽക്കൈൽ ഗ്രൂപ്പ് ഏറ്റവും ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? മീഥൈൽ. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പിന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് തീരെ കുറവാണ്. അപ്പോൾ അവിടെ 3 മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സ്റ്റെറിക് ഇഫക്റ്റിനേക്കാൾ അധികമാവും. മനസ്സിലായോ? 3 മീഥൈൽ ഗ്രൂപ്പിൻ്റെ സ്റ്റെറിക് എഫക്റ്റ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിനേക്കാൾ അധികമാവും. അപ്പോൾ എഴുതിക്കോ, ദിസ് ഇസ് ബിക്കോസ്, എഴുതിയോ? ദിസ് ഇസ് ബിക്കോസ് എഴുതിയോ? യെസ്, the steric effect of 3 methyl groups, the steric effect of 3 methyl groups, the steric effect of 3 methyl groups exceeds EXCEEDS, exceeds inductive effect. The steric effect of 3 methyl groups exceeds
ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ക്ലിയർ ആയില്ലേ? എന്നാലോ ആൽക്കൈൽ ഗ്രൂപ്പ് ഏത് അതർ ദാൻ മീഥൈൽ ആണെങ്കിലോ, അതർ ദാൻ മീഥൈൽ എന്ന് പറഞ്ഞാൽ ഈഥൈൽ, അതായത് ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഈഥൈൽ പ്രൊപ്പൈൽ എക്സെട്ര, അങ്ങനെയാണെങ്കിലോ ടേർഷ്യറി അമീൻ മോർ ബേസിക് ദാൻ പ്രൈമറി അമീൻ. എഴുതിക്കോ, ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ടേർഷ്യറി, ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഈഥൈൽ പ്രൊപ്പൈൽ എക്സെട്ര, ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഈഥൈൽ പ്രൊപ്പൈൽ എക്സെട്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക മീഥൈൽ അല്ലാത്ത ഏത് ഗ്രൂപ്പായാലും, ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഈഥൈൽ പ്രൊപ്പൈൽ എക്സെട്ര, ബ്രാക്കറ്റിൽ എക്സാമ്പിൾ, ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഈഥൈൽ പ്രൊപ്പൈൽ എക്സെട്ര, ബ്രാക്കറ്റിൽ എഴുതണ്ട, ബ്രാക്കറ്റ് ആയിട്ടില്ല, ടേർഷ്യറി അമീൻ ബ്രാക്കറ്റിൽ എക്സാമ്പിൾ C2H5 ത്രൈസെൻ, എഴുതിയോ? ബ്രാക്കറ്റിൽ എക്സാമ്പിൾ C2H5 ത്രൈസെൻ എഴുതിയോ? അത് ട്രൈ ഈഥൈൽ അമീൻ, മോർ ബേസിക് ദാൻ പ്രൈമറി അമീൻ, മോർ ബേസിക് ദാൻ പ്രൈമറി അമീൻ, മോർ ബേസിക് ദാൻ പ്രൈമറി അമീൻ എഴുതിയോ? മോർ ബേസിക് ദാൻ പ്രൈമറി അമീൻ. അതിന് കാരണം അവിടെ ഏത് മീഥൈൽ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിനും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറച്ച് അധികമാണ്. അപ്പോൾ അവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് ഏതിനെ എക്സീഡ് ചെയ്യൽ? സ്റ്റെറിക് എഫക്റ്റിനെ എക്സീഡ് ചെയ്യൽ. മനസ്സിലായതേ? ഓക്കെ, അപ്പോൾ എഴുതിക്കോ, ദിസ് ഈസ് ബിക്കോസ് ദി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, the inductive effect of alkyl group exceeds the steric effect. The inductive effect of alkyl group exceeds the steric effect if the alkyl group is other than methyl. Exceeds the steric effect if the alkyl group is other than methyl. ആയില്ലേ? അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ. ഇനി ഒരാളൂടെ പറഞ്ഞാൽ ബാക്കി ഓർഡർ ക്ലിയർ ആയി പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ആറോമാറ്റിക് അമീൻസ് അല്ലേ ബെൻസീൻ റിംഗ് NH2. ഈ അനിലിൻ അതുപോലെ തന്നെ അമോണിയയേക്കാൾ ലെസ് ബേസിക് ആണ്. കേട്ടോ? എന്താ കാരണം അറിയോ? ഈ അനിലിൻ അല്ലെങ്കിൽ അറോമാറ്റിക് അമീൻസിൽ നൈട്രജൻ ആറ്റം ഡയറക്റ്റായി കണക്ട് ചെയ്യുന്നത് ബെൻസീൻ റിങ്ങിനുമായിട്ടല്ലേ. അപ്പോൾ എന്ത് അറിയോ, H+, നമ്മുടെ H+ ഈ ലോൺ പേരിന് കണ്ടിട്ടില്ലേ വരുന്നത്? മനസ്സിലായെന്നേ? അപ്പോൾ കണ്ടിട്ട് H+ ഈ ലോൺ പെയർ അടുത്തേക്ക് വരുമ്പോൾ എന്താണെന്നറിയാം H+ കാണുന്നത്? ഈ ലോൺ പെയർ ആരുടെ കൂടെ കറങ്ങാൻ പോയി? ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ കറങ്ങാൻ പോയി. നിങ്ങളെന്നെ ആലോചിച്ചോക്കെ, നമ്മുടെ H+ ആരോ പറഞ്ഞു അവിടെ ലോൺ പെയർ ഉണ്ട് പറഞ്ഞിട്ടാണ് H+ വരുന്നത്. വരുമ്പോഴത്തേക്ക് എന്താ സംഭവം? ആ ലോൺ പെയർ വേറെ ഒരാളെ കൂടെ കറങ്ങാൻ പോയി. പിന്നെ കറങ്ങി റെസണൻസാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ കേട്ടോ. കറങ്ങിയിട്ട് തിരിച്ചു വന്ന് ആ ലോൺ പെയറിന് H+ന് വേണോ വേണ്ടയോ? വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത് അതിനേക്കാൾ നല്ലത് അമോണിയാണ്. കേട്ടോന്നേ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആൽക്കൈൽ അമീൻസും അമോണിയ ആയി കഴിഞ്ഞാൽ ആൽക്കൈൽ അമീൻസ് അല്ലേ കൂടുതൽ ബേസിക്, പക്ഷേ അമോണിയേക്കാൾ ലെസ് ബേസിക് ആണ് ഇത് അറൈൽ അമീൻസ്. കേട്ടോന്നേ? അറോമാറ്റിക് അമീൻസ് എല്ലാവരും എഴുതിയേ. അറോമാറ്റിക് അമീൻസ് ബ്രാക്കറ്റിൽ എക്സാമ്പിൾ അനിലിൻ. അറോമാറ്റിക് അമീൻസ് ഏതോ ബ്രാക്കറ്റിൽ എക്സാമ്പിൾ അനിലിൻ. Less basic than ammonia. Less basic than ammonia. This is because in aromatic amines the lone pair of electron on nitrogen atom is, in aromatic amines the lone pair of electron on nitrogen atom is in conjugation with the benzene ring. The lone pair of electron on nitrogen atom is in conjugation with the benzene ring. Hence it is not readily available hence it is not readily available for the attack of H+. Arrange the following, ഒരു ക്വസ്റ്റ്യൻ ഇത്, arrange the following in the decreasing order of basic strength. Arrange the following in the decreasing order of basic strength.
ഇതിൽ ഒന്ന് CH3NH2, CH3 twice NH, CH3 thrice N, NH3, ബെൻസീൻ റിംഗ് NH2, ബെൻസീൻ റിംഗ് NH2 അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെ C6H5NH2. ഞാൻ കുറേ ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ നോ ഡൗട്ട് ഏറ്റവും ലീസ്റ്റ് ബേസിക് അനിലിനാണ്. പിന്നെ എല്ലാ ആൽക്കൈൽ അമീൻസും അമോണിയേക്കാൾ കൂടുതൽ ബേസിക്കാണ്. മനസ്സിലായോ? നമുക്ക് ഡിക്രീസിങ് ഓർഡർ വേണ്ടത്. പിന്നെ സെക്കൻഡറി അമീനാണ് കൂടുതൽ ബേസിക് എപ്പോഴും, അല്ലേ? റീസൺ ഇനി ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ ആ റീസൺ അതേപോലെ പഠിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബേസിക് സെക്കൻഡറി അമീനാണ്. ഇവിടെ സെക്കൻഡറി അമീൻ CH3 twice NH ആണ്. പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലാണെങ്കിൽ ടേർഷ്യറി അമീൻ പ്രൈമറി അമീനേക്കാൾ ലെസ് ബേസിക് ആണ്. അപ്പോൾ പ്രൈമറി അമീനാണ് രണ്ടാം സ്ഥാനം. അപ്പോൾ CH3NH2. ഓക്കെ, അത് കഴിഞ്ഞാൽ അമോണിയേക്കാൾ കൂടുതൽ ബേസിക്കാണ് എല്ലാ ആൽക്കൈൽ അമീൻസും. അപ്പോൾ CH3 thrice N. അത് കഴിഞ്ഞിട്ട് അമോണിയേക്കാൾ ലെസ് ബേസിക്കാണ് അനിലിൻ. അതുകൊണ്ട് അത് കഴിഞ്ഞ് അമോണിയ വരും. അത് കഴിഞ്ഞിട്ട് ബെൻസീൻ റിംഗ് NH2 ആയ അനിലിൻ വരും. കേട്ടോ? റീസൺ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീസൺ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ക്ലിയർ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റിന് ഉത്തരം കിട്ടിയോ? രണ്ടാമത്തെ ക്വസ്റ്റിന് നോക്കുക. യെസ്, C2H5NH2 വേഗം എഴുത്. C2H5NH2, C2H5 twice NH, C2H5 thrice N, പിന്നെ അമോണിയ, നെക്സ്റ്റ് അനിലിൻ, ബെൻസീൻ റിംഗ് NH2. ഓക്കെ, ഞാൻ C6H5NH2 എഴുതാം. C6H5NH2 പോരെ? എഗെയിൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ഡിഫറൻസ് ഇവിടെ ഉള്ളൂ. എപ്പോഴും സെക്കൻഡറി അമീൻ കൂടുതൽ ബേസിക്. അപ്പോൾ C2H5 twice NH ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ അല്ല എങ്കിൽ വേറെ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയാലും ടേർഷ്യറി അമീനാണ് പ്രൈമറി അമീനേക്കാൾ കൂടുതൽ ബേസിക്. അതുകൊണ്ട് C2H5 thrice N വരും. thrice N. അത് കഴിഞ്ഞിട്ട് അടുത്ത ഏതാണ്? നെക്സ്റ്റ് C2H5NH2. ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ, അല്ലേ? പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അമോണിയ ഏതേക്കാൾ, അമോണിയ ലെസ് ബേസിക്കാണ് ആൽക്കൈൽ അമീൻസിനേക്കാൾ. അതുകൊണ്ട് അമോണിയാണ് ശേഷം. ഏറ്റവും ലീസ്റ്റ് ബേസിക് ആരെന്നെ? അനിലിൻ. ക്ലിയർ ആയല്ലോ? ബെൻസീൻ റിംഗ് NH2. ഓക്കെ, ക്ലിയർ? ഓക്കെ, യെസ്. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ അടുത്ത് എഴുതാൻ വേണ്ടി പോകുന്നത് ബെൻസീൻ റിംഗ് NH2 ആണ്. ഒന്ന് ബെൻസീൻ റിംഗ് NH2, അടുത്തത് ബെൻസീൻ റിംഗ് NHCH3, N മീഥൈൽ അനിലിൻ. അടുത്ത് ബെൻസീൻ റിംഗ് NCH3 twice, NN ഡൈമീഥൈൽ അനിലിൻ. പറയുന്ന സമയത്ത് എഴുതണേ, NN ഡൈമീഥൈൽ അനിലിൻ. പിന്നെ അടുത്തത് ബെൻസീൻ റിംഗ് CH2NH2. ബെൻസീൻ റിംഗ് CH2NH2 ബെൻസൈൽ അമീൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിനൈൽ മെത്തനമീൻ. ഇതിൽ നിങ്ങൾ നോക്കുക, ഒന്നാമത്തേലും രണ്ടാമത്തേലും മൂന്നാമത്തേലും നേരിട്ട് ബെൻസീൻ റിംഗ് നൈട്രജനോടാണ്. പക്ഷേ നാലാമത്തേൽ നേരിട്ട് ബെൻസീൻ റിംഗ് ഏതിൻ്റെ കൂടെ അല്ല? ഏതിൻ്റെ കൂടെ അല്ല? ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ അല്ല നൈട്രജൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ ഒന്നും കൂടെ ഞാൻ എഴുതുന്നുണ്ട്. ബെൻസീൻ റിംഗ് CH2NH2 കൂടാതെ പിന്നെ യെസ് അമോണിയ കൂടെ എഴുതുന്നുണ്ട് കേട്ടോ. അമോണിയ ഓക്കെ, ബെൻസീൻ CH2 കൂടെ അത് അമോണിയം കൂടെ എഴുതിയിട്ടുണ്ട്. വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഇതിൽ ബെൻസീൻ റിങ്ങിനോട് നേരിട്ട് കണക്ട് ചെയ്യാത്ത, നൈട്രജൻ കണക്ട് ചെയ്യാത്ത ഒറ്റ നേടുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബേസിക് ഏതാ? ബെൻസീൻ റിംഗ് CH2NH2. ക്ലിയർ ആയോ? അത് കഴിഞ്ഞിട്ടേ ഏത് വരൂ? അമോണിയ വരൂ. കാരണം എല്ലാ ആൽക്കൈൽ അമീനും ഇതിനേക്കാൾ കൂടുതൽ ബേസിക്കാണ്. ഇത് ആൽക്കൈൽ അമീനിൻ്റെ വിഭാഗത്തിലെ വിടുക അമോണിയേക്കാൾ. ഇനി ഞാൻ അടുത്ത ഐഡിയ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ NH2, NCH3, NCH3 twice പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി അത് നോക്കണ്ട. അറൈൽ അമീൻസിൽ നൈട്രജനായത്തിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും ബേസ് സ്ട്രെങ്ത് കൂടും, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. അറൈൽ അമീൻസിൽ നൈട്രജനായത്തിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യും? ബേസ് സ്ട്രെങ്ത് കൂടും. കാരണം എന്താണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുന്നു. അതുകൊണ്ട് അമോണിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? ബെൻസീൻ റിംഗ് പറയും NCH3 twice. അത് കഴിഞ്ഞാൽ ബെൻസീൻ റിംഗ് NHCH3 കേട്ടോ. അവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം നോക്കിയാൽ മതി, സ്റ്റെറിക് എഫക്റ്റ് നോക്കണ്ട.
അത് കഴിഞ്ഞിട്ട് ബെൻസീൻ റിങ് ഏതാ വരിക? ഇനി NH2 അല്ലേ ഉള്ളൂ, NH2. ക്ലിയർ ആയോ? ഇതാണ് ഐഡിയ. ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഇപ്പം എത്ര എണ്ണായി? 3 ഈ നാലാമത്തെ ഞാനിവിടെ ഈ ചെറിയ സ്ഥലത്ത് എഴുതുന്നുണ്ട്. ഇപ്പോൾ PHNH2 അനിലിൻ, PH2NH അതായത് ഡൈഫിനൈൽ അമീൻ, PH3N ട്രൈഫിനൈൽ അമീൻ. ഞാൻ ബെൻസീൻ റിങ് വരക്കുന്നതിന് പകരം PH എഴുതി. ഫിനൈൽ ഷോർട്ട് ഫോം ആണ് ഇതിൻ്റെ ബെൻസീൻ റിങ്ങിൻ്റെ. അങ്ങനെ ബെൻസീൻ റിങ്ങിൻ്റെ ഇതിപ്പം ബെൻസീൻ റിങ്ങിൽ നേരിട്ട് എന്നില്ലേ, ഇവിടെ നേരിട്ട് ബെൻസീൻ റിങ്ങിൽ, ഇവിടെയും നേരിട്ട് ബെൻസീൻ റിങ്ങിനുണ്ട്. പക്ഷേ ഇതിൽ 3 ഉണ്ട്. അപ്പോൾ കറങ്ങാൻ 3 കൂടി കറങ്ങാൻ പോവാം. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ബേസിക് PH3N ആണ്. കേട്ടോ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ വരിക? PHNH2 ആണ് ഏറ്റവും കൂടുതൽ, NH2. ഗ്രേറ്റർ ദാൻ എന്ത് എഴുതാം? PH2NH. ഗ്രേറ്റർ ദാൻ ഏത് എഴുതാം? PH3N. ക്ലിയർ ആയില്ലേ? PH3N. ഇത്രയും മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ അടുത്തൊരു പോയിന്റ് എഴുതുക. ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് ഇൻ ഗ്യാഷ്യസ് ഫേസ്. ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് ഇൻ ഗ്യാഷ്യസ് ഫേസ്. ഗ്യാഷ്യസ് ഫേസിൽ നിങ്ങൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ, സ്റ്റെറിക് എഫക്റ്റ് നോക്കണ്ട. അതുകൊണ്ട് തന്നെ ഗ്യാഷ്യസ് ഫേസിൽ എപ്പോഴും ടേർഷ്യറി അമീനാണ് കൂടുതൽ ബേസിക്. അത് കഴിഞ്ഞാൽ സെക്കൻഡറി അമീൻ, അത് കഴിഞ്ഞാലോ പ്രൈമറി അമീൻ. കേട്ടോ, അപ്പോൾ എഴുതിക്കോ. യെസ്, ഇൻ ഗ്യാഷ്യസ് ഫേസ് എഴുതിയോ? ഇൻ ഗ്യാഷ്യസ് ഫേസ് ദി ഡോമിനന്റ് എഫക്റ്റ് ഈസ് ഓൺലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. എഴുതിയോ? ദി ഡോമിനന്റ് എഫക്റ്റ് ഈസ് ഓൺലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ടു പ്രഡിക്ട് ദി ബേസിക് സ്ട്രെങ്ത്. എഴുതിയോ? ടു പ്രഡിക്ട് ദി ബേസിക് സ്ട്രെങ്ത്. ഓക്കെ, ഏത് അമീനാണ് കൂടുതൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലസ് ഐ ഇഫക്റ്റ്? ടേർഷ്യറി അല്ലേ? Therefore basic strength of amines in gaseous phase decrease in the order. Basic strength of amines in gaseous phase decrease in the order. Tertiary amine greater than secondary amine greater than primary amine. Tertiary amine greater than secondary amine greater than primary amine. Okay. യെസ്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എഴുതിക്കോ. ഇപ്പോൾ ഒന്നാമത്തത് നമ്മൾ ബേസിക് സ്ട്രെങ്ത് എഴുതി. രണ്ടാമത്തത് എന്താണ്? അസൈലേഷൻ ഓഫ് അമീൻസ് നോക്കുക. അസൈലേഷൻ എഴുതിയല്ലോ. അസൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അസൈലേഷൻ? അസൈൽ എന്ന് പറഞ്ഞാൽ RCO ഗ്രൂപ്പ്. എന്താ അസൈൽ എന്ന് പറഞ്ഞാൽ? RC ഡബിൾ ബോണ്ടോ, അതായത് RCO. അതിന് എക്സാമ്പിളാണ് അസറ്റൈൽ. എന്താ അസറ്റൈൽ ഗ്രൂപ്പ്? CH3CO. എന്താ അസറ്റൈൽ ഗ്രൂപ്പ്? C3CO. ബെൻസോയിൽ ഗ്രൂപ്പ് ബെൻസീൻ റിങ് CO. ക്ലിയർ ആയല്ലോ? അസൈലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് എൻഹൈഡ്രേറ്റ്. ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് എൻഹൈഡ്രേറ്റ് ആണ് ഏത് ഉപയോഗിക്കൽ? അസൈലേഷന് വേണ്ടി ഉപയോഗിക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അസൈലേഷൻ നടക്കണമെങ്കിൽ നൈട്രജൻ ആറ്റത്തിൽ H ഉണ്ടാവണം. പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ NH2, സെക്കൻഡറി അമീൻ എന്ന് പറഞ്ഞാൽ NH, ടേർഷ്യറി അമീൻ എന്ന് പറഞ്ഞാൽ N. അപ്പോൾ ഏത് അമീനിന് അസൈലേഷൻ നടക്കില്ല? ടേർഷ്യറി അമീൻ. അപ്പോൾ ഓൺലി പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ അണ്ടർഗോ അസൈലേഷൻ. എഴുതിച്ചോ? ഓൺലി പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ അണ്ടർഗോ അസൈലേഷൻ. ഓൺലി പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ അണ്ടർഗോ അസൈലേഷൻ when it is treated with acid chloride or when it is treated with acid chloride or acid anhydride. When it is treated with acid chloride or acid anhydride. എഴുതിയോ? when it is treated with acid chloride or acid anhydride. എഴുതില്ലേ? എന്തുകൊണ്ടാണ് ടേർഷ്യറി അമീൻ അസൈലേഷൻ നടക്കാതെ വെച്ചാലോ? എഴുതിക്കോ. ടേർഷ്യറി അമീൻ do not undergo acylation. Tertiary amine do not undergo acylation due to the absence of hydrogen on nitrogen atom. Due to the absence of hydrogen on nitrogen atom. ഞാൻ പറയുന്ന സമയത്ത് അതുപോലെ ഒരുമിച്ചങ്ങ് എഴുതിയാൽ മതി. ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ C2H5NH2 പ്രൈമറി അമീനാണ്, പ്ലസ് CH3COCl അസറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എത്തനോയിൽ ക്ലോറൈഡ്. അസറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എത്തനോയിൽ ക്ലോറൈഡ് ഇത് പിരിഡിൻ്റെ പ്രസൻസിലാണ് ചെയ്യാറ്. പിരിഡിൻ്റെ ഒരു ബേസാണ്. ഈ Hഉം ഈ Cl കൂടെ എന്താവും? HCl ആവും.
എന്നിട്ട് CL HCl ലെവൽ, എന്നിട്ട് ഈ CL ഉള്ള സ്ഥലത്ത് NH(C2H5) എഴുതിയാൽ മതി. അപ്പോൾ പറഞ്ഞേ CH3CO NH(C2H5) കിട്ടിയോ? അപ്പോൾ ഇത് CONH2 എന്ന് പറഞ്ഞാൽ അമൈഡാണ്. പക്ഷേ ആ NH2 മുഴുവനായിട്ടില്ല. ആ NH2-ലത്തെ H-ന് പകരം ഈതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ N-ഈതൈൽ എത്തനമൈഡ് എന്ന് പറയും. ജനറലായിട്ട് N-ഈതൽ ആൽക്കനമൈഡ്, ഇതിനെ N-ഈതൽ എത്തനമൈഡ് എന്ന് പറയും. പഠിച്ചോ? ഓക്കെ. HCl റിമൂവ് ചെയ്ത് ഞാൻ എഴുതുന്നില്ല, വേണമെങ്കിൽ എഴുതാം -HCl പോരെ. N-ഈതൈൽ എത്തനമൈഡ്. ക്ലിയർ? അപ്പോൾ C2H5 NH2 അസൈലേഷൻ നടക്കാനുള്ള കാരണം അത് പ്രൈമറി അമീൻ ആയതുകൊണ്ടാണ്. കേട്ടില്ലേ? ഇനി സെക്കൻഡറി അമീൻ ഒരെണ്ണം എക്സാമ്പിൾ എഴുതാം. C2H5 twice NH പ്ലസ് CH3COCl. ക്ലിയർ ആയോ? എന്താ പ്രോഡക്റ്റ് കിട്ടുക? പറയും. ഇത് നിങ്ങൾക്ക് തന്നെ പറയാം. HCl റിമൂവ് ചെയ്തു, പറഞ്ഞേ C2H5 twice N, അല്ല തിരിച്ച് ഇതിൻ്റെ കൂടെ എഴുതിയാൽ മതി കേട്ടോ. CH3CO എന്നാൽ പേര് ഇത് എളുപ്പമാണ്. ആ CL-ന് പകരം എന്ത് കൊടുത്താൽ മതി? ഇതിൽ നിന്ന് H റിമൂവ് ചെയ്യില്ലേ? അപ്പോൾ NCO C2H5 twice, ഇതാണ് നല്ലത് കേട്ടോ. ഇനി ഇത് 1, 2 പറഞ്ഞേ. ഈ N-ൽ 2 ഈതൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ NN ഡൈഈതൈൽ എത്തനമൈഡ്, NN ഡൈഈതൈൽ എത്തനമൈഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോൾ അതേ സമയത്ത് ബെൻസീൻ റിംഗ് NH2 അല്ല, അനിലിൻ ബെൻസീൻ റിംഗ് NH2 അല്ലെങ്കിൽ C6H5NH2. ഞാൻ പല പ്രാവശ്യമായിട്ട് എഴുതുന്നില്ല അങ്ങനെ. ഇതിന് അസൈലേഷൻ നടക്കുകയാണെങ്കിൽ അസറ്റൈലേഷനാണ് ഞാനിപ്പോൾ ചെയ്യിക്കുന്നത്. C3COCl. അപ്പോൾ എന്താ കിട്ടുക? പറയും. ബെൻസീൻ റിംഗ് NH അല്ലേ, ബെൻസീൻ റിംഗ് NH. അത് ഞാൻ ഇനിയല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതുകയാണെങ്കിൽ തിരിച്ചിങ്ങനെ എഴുതണം. പറ CH3CO, ആ CL-ന് പകരം എന്ത് ഈ H-ഉം ഈ C-ലും HCl ആക്ക്. അപ്പോൾ എന്താ കിട്ടുക? NH C6H5 അല്ലെങ്കിൽ ബെൻസീൻ റിംഗ്. ഞാൻ രണ്ടും എഴുതാം. ഓർ പറ C3CONH എന്ത് റിങ്? ബെൻസീൻ റിംഗ്. എഴുതിയില്ലേ? ഇതിൻ്റെ പേര് N-ഫിനൈൽ എത്തനമൈഡ്. എന്താ പേര്? N-ഫിനൈൽ എത്തനമൈഡ്. N-ഫിനൈൽ എത്തനമൈഡാണിത്. ക്ലിയർ ആയോ? N-ഫിനൈൽ എത്തനമൈഡ്. ഇനി ഞാൻ ഈ അസറ്റൈൽ ക്ലോറിന് പകരം ബെൻസോയിൽ ക്ലോർ ഉപയോഗിക്കുന്നുണ്ട്. ഈ റിയാക്ഷൻ നമുക്ക് ലോ ലെവലിൽ ആവശ്യമില്ല, എന്നാലും ഞാൻ ഇനി പിന്നീട് പറയാത്തതുകൊണ്ട് ഇതിവിടെ എഴുതുന്നുണ്ട്. ബെൻസീൻ റിംഗ് NH2 പ്ലസ് PHCOCl. എന്നാൽ PHCOCl ബെൻസീൻ റിംഗ് COCl, PHCOCl അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് COCl അല്ലെങ്കിൽ C6H5COCl കേട്ടോ. ഇതിനെ ബെൻസോയിൽ ക്ലോറൈഡ് പറയും. ബെൻസോയിൽ ക്ലോറൈഡ് കേട്ടോ, ബെൻസോയിൽ ക്ലോറൈഡ്. അപ്പോൾ ഇത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പറ എന്താ പ്രോഡക്റ്റ് കിട്ടുക? -HCl. പറഞ്ഞേ PHCO, ഈ NH H പോയി, ബാക്കി NH ബെൻസീൻ റിംഗ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്നറിയോ? ഇത് ബെൻസമൈഡാണ്. PHCONH2 ബെൻസമൈഡാണ്. അപ്പോൾ ഇതിനെ N-ഫിനൈൽ ബെൻസമൈഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? N-ഫിനൈൽ ബെൻസമൈഡ്. N-ഫിനൈൽ ബെൻസമൈഡ്. ഈ ബെൻസോയിലേഷൻ ഓഫ് അനിലിൻ ഇല്ലേ, ബെൻസോയിലേഷൻ ഓഫ് അനിലിൻ, അതിന് നമ്മൾ ഒരു പേരുണ്ട്, ആ റിയാക്ഷന് പേരുണ്ട് ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ എന്ന് പറയും. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. യെസ്, ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ കേട്ടോ. ഓക്കെ, ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ, ബെൻസോയിലേഷൻ ഓഫ് അനിലിൻ, അതിനെ ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ പറയും. ഷോർട്ടൻ ബോമൻ, SCHOTTEN BAUMANN, ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ എഴുതുക, കാർബൈൽ അമീൻ റിയാക്ഷൻ. കാർബൈൽ അമീൻ, CARBYL, കാർബൈൽ അമീൻ, AMINE, കാർബൈൽ അമീൻ റിയാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് തന്നെ പറയട്ടെ, ഈ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ റിയാക്ഷൻ ഒരു പ്രൈമറി അമീനിനെ ലാബിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് കേട്ടോ. ആദ്യം തന്നെ അത് ചോദിച്ചേ. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി അമീൻ. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി അമീൻ. ശരിയോ? അതിൻ്റെ അർത്ഥം ഈ റിയാക്ഷൻ ഏത് അമീൻസ് മാത്രമേ കാണിക്കുള്ളൂ? പ്രൈമറി അമീൻ മാത്രം.
ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി അമീൻ എഴുതിയില്ലേ ബ്രാക്കറ്റിൽ, അറോമാറ്റിക് ആസ് വെൽ ആസ് അലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ അലിഫാറ്റിക്കും അറോമാറ്റിക് രണ്ടും പറ്റും. ബ്രാക്കറ്റിൽ അലിഫാറ്റിക് ആസ് വെൽ ആസ് അറോമാറ്റിക്, ALIPHATIC, അലിഫാറ്റിക് ആസ് വെൽ ആസ് അറോമാറ്റിക് എഴുതിയില്ലേ. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. റിയാക്ഷൻ വളരെ സിമ്പിളാണ്. ഒരു പ്രൈമറി അമീൻ RNH2 ആണ് കേട്ടോ. ഇത് ക്ലോറോഫോമും CaCl3 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൽക്കഹോളിക് ആയിരിക്കണേ, KOH ആൽക്കഹോളിക് KOH അല്ലേ സ്ട്രോങ് ബേസ്. ഇത് ചേർത്ത് ചൂടാക്കുമ്പോൾ ഇത്ര നിങ്ങളിപ്പോൾ പറഞ്ഞു തരാൻ പറ്റും. ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പ് പറയാൻ പറ്റും. ഇവിടെ എത്ര H ഉണ്ട് NH2? 2H. ഇവിടെ H ഇല്ലേ, എത്ര H ആയി? 3H. ഇവിടെ എത്ര Cl ഉണ്ട്? 3Cl. അപ്പോൾ എല്ലാം കൂടെ എത്ര HCl ആയി? 3HCl. അപ്പോൾ ആ 3HCl 3 KOH റിയാക്ട് ചെയ്യും. അപ്പോൾ എത്ര KCl? 3 KCl-ഉം 3 വാട്ടറും കിട്ടും. ക്ലിയർ ആയോ? ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഈ N-ഉം ഈ C-യും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക? RNC പഠിച്ചോ? RNC. ക്ലിയർ ആയല്ലോ? അപ്പോൾ RNH2 പ്ലസ് CHCl3 പ്ലസ് 3 KOH എയറോ മാർക്കിനുള്ള ഹീറ്റ് എന്താ കിട്ടുക? RNC പ്ലസ് 3 KCl പ്ലസ് 3H2O. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഐസോസയനൈഡ് ആണ്. ഐസോസയനൈഡ് അല്ലെങ്കിൽ അതിന് കാർബൈൽ അമീൻ എന്ന് ഇൻഡസ്ട്രിയൽ പേരുണ്ട്. ഐസോസയനൈഡിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിം എന്താണ്? കാർബൈൽ അമീൻ. ഇത് എന്താ ഫൗൾ സ്മെല്ലിംഗ് ആണ്, പോയ്സണസ് ആണ്. കിട്ടുമോ? ആ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എടുത്ത പ്രൈമറി അമീനാണ്. സെക്കൻഡറി അമീനും ടേർഷ്യറി അമീനും ഈ ടെസ്റ്റ് കാണിക്കില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പ്രൈമറി അമീനും ഒരു സെക്കൻഡറി അമീനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഈ റിയാക്ഷൻ ഉപയോഗിച്ചൂടെ? അതുപോലെ ഒരു പ്രൈമറി അമീനും ഒരു ടേർഷ്യറി അമീനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിച്ചൂടെ? പക്ഷേ പ്രൈമറിയും സെക്കൻഡറിയും ടേർഷ്യറിയും മൂന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറ്റില്ല. അതിന് വേറെ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി അമീൻ ഇൻ ദി ലബോറട്ടറി നമ്മൾ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? എന്ത് എഴുതിക്കോ? when a primary amine is heated with chloroform and alcoholic KOH, when a primary amine is heated with chloroform and alcoholic KOH, foul smelling isocyanide gas is evolved. എഴുതിയോ? foul smelling isocyanide gas is evolved. Foul smelling isocyanide gas is evolved. This reaction is called carbylamine reaction. This reaction is called carbylamine reaction. The equation is RNH2 plus CHCl3 plus 3 KOH എയറോമാക്കിൻ്റെ മുകളിൽ ഹീറ്റ് ചെയ്യുക gives RNC plus 3 KCl. RNC plus 3 KCl എഴുതിയോ? RNC plus 3 KCl. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? RNH2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ തരുക, എയറോ മാർക്കിൻ്റെ മുകളിൽ CHCl3 പ്ലസ് KOH ഹീറ്റ് ഇങ്ങനെ തരുക. നേരെ ഉത്തരം എന്ത് എഴുതിയാൽ മതി? CH3NC. അല്ലാതെ നിങ്ങൾ എന്ത് എഴുതണ്ട? സാർ C3 അല്ല, RNC. നിങ്ങൾ ഏത് എഴുതണ്ട? KCl വാട്ടറൊന്നും എഴുതണ്ട കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രിയിൽ ബൈ പ്രൊഡക്ട്സിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഞാൻ എക്സാമ്പിൾ എഴുതുന്നുണ്ട്. നോക്കേ, C2H5NH2 എങ്ങനെ വേണം തരാം? ഞാൻ ഇങ്ങനെ തരുന്നത് എയറോ മാർക്കിൻ്റെ മുകളിൽ CHCl3 പ്ലസ് KOH ഹീറ്റ്. നേരെ പ്രോഡക്റ്റ് മാത്രം എഴുതുക. പറ. C2H5NC ഈതൈൽ ഐസോസയനൈഡ്. എന്നാൽ ഈതൈൽ ഐസോസയനൈഡ്. ഇനി ഏതെങ്കിലും അമീൻ കേട്ടോ, ഞാൻ എഴുതുന്നില്ല. അത് പ്രൈമറി അമീൻ ബെൻസീൻ റിംഗ് NH2 ആയാലും കുഴപ്പമില്ല. അതിനുള്ളിൽ പറയും എയറോ മാർക്കിൻ്റെ മുകളിൽ CHCl3 പ്ലസ് KOH. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ എഴുതിയ പോലെ ഇക്വേഷനായിട്ട് എഴുതാം കേട്ടോ. 3 KOH പ്ലസ് CHCl3 എഴുതാം. ഹീറ്റ് പ്രോഡക്റ്റ് പറഞ്ഞേ. ബെൻസീൻ റിംഗ് NC. എന്താ ബെൻസീൻ റിംഗ് NC? ഫിനൈൽ ഐസോസയനൈഡ്.
എന്താ പേര് പറ? ഫിനൈൽ ഐസോസയനൈഡ്. ക്ലിയർ? ഫിനൈൽ ഐസോസയനൈഡ്. ഓക്കെ അല്ലേ? ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ തമ്മിൽ ഡിസ്റ്റിങ്വിഷൻ ഉപയോഗിക്കാം? കാർബൈലമീൻ റിയാക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് എ പ്രൈമറി അമീൻ ആൻഡ് എ സെക്കൻഡറി അമീൻ ഓർ എ പ്രൈമറി അമീൻ ആൻഡ് എ ടേർഷ്യറി അമീൻ. കേട്ടോ? ചോദിച്ചേ. കാർബൈലമീൻ റിയാക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്റ്റിങ്വിഷിംഗ്. കാർബൈലമീൻ റിയാക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് എഴുതിയോ? എ പ്രൈമറി അമീൻ ആൻഡ് എ സെക്കൻഡറി അമീൻ ഓർ എ പ്രൈമറി അമീൻ ആൻഡ് എ സെക്കൻഡറി അമീൻ ഓർ എഴുതിയോ? എ പ്രൈമറി അമീൻ ആൻഡ് എ സെക്കൻഡറി അമീൻ ഓർ എന്താണ്? എ പ്രൈമറി അമീൻ ആൻഡ് എ ടേർഷ്യറി അമീൻ. എ പ്രൈമറി അമീൻ ആൻഡ് എ ടേർഷ്യറി അമീൻ എഴുതിയോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയോ? ഹൗ വിൽ യു കെമിക്കലി ഡിസ്റ്റിങ്വിഷ് ethyl amine and diethyl amine? How will you chemically distinguish ethyl amine and diethyl amine? എന്നിട്ട് നിങ്ങൾ എഴുതിക്കോ ബൈ കാർബൈലമീൻ റിയാക്ഷൻ. എഴുതിയോ? ബൈ കാർബൈലമീൻ റിയാക്ഷൻ. എന്നിട്ട് എഴുതുക ethyl amine gives foul smelling isocyanide. Ethyl amine gives foul smelling isocyanide. Ethyl amine gives foul smelling isocyanide with chloroform and alcoholic AOH. With chloroform and alcoholic AOH. While diethyl amine does not give positive test. While diethyl amine does not give positive test. എന്താ കാരണം? diethyl amine സെക്കൻഡറി അമീൻ ആണ്. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക. C2H5NH2 CHCl3 plus KOH താഴെ ഹീറ്റ് എഴുതുക. C2H5NC. ക്ലിയർ? ഇനി അത് അനിലിൻ ആൻഡ് എൻ മീതൽ അനിലിൻ ചോദിച്ചാലോ? അനിലിൻ ഏത് പോസിറ്റീവ് ടെസ്റ്റ് കിട്ടും, ഏത് എൻ മീതൽ അനിലിൻ കിട്ടില്ല. കേട്ടോ? അനിലിൻ ആൻഡ് എൻ ഡൈമീതൽ അനിലിൻ ചോദിച്ചാലോ? അനിലിൻ ടെസ്റ്റ് കിട്ടും, എൻ ഡൈമീതൽ അനിലിൻ ടെസ്റ്റ് കിട്ടില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്ത് ഹിൻസ്ബർഗ് ടെസ്റ്റ് എഴുതുക. ഹിൻസ്ബർഗ് ടെസ്റ്റ് HINSBERG. ഹിൻസ്ബർഗ് ടെസ്റ്റ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു പ്രൈമറി അമീനും ഒരു സെക്കൻഡറി അമീനും ഒരു ടേർഷ്യറി അമീനും മൂന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ മൂന്ന് അമീനോ കോമ്പൗണ്ട് ഏതാണെന്ന് അറിയില്ല. അതിന് ഒന്നിനെ പ്രൈമറി അമീൻ എന്ന് നമുക്ക് ലാബൽ ചെയ്യണം, ഒന്ന് സെക്കൻഡറി അമീൻ എന്ന് പറയണം, ഒന്ന് ടേർഷ്യറി അമീൻ എന്ന് പറയണം. അപ്പോൾ അതിന് ഈ ടെസ്റ്റ് ഉപയോഗിക്കും. കേട്ടോ? അപ്പോൾ ഫസ്റ്റ് തന്നെ ആ പോയിന്റ് എഴുതിക്കോ. ഹിൻസ്ബർഗ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ distinguishing. Hinsberg test is used for distinguishing primary, secondary and tertiary amines. Used for distinguishing primary, secondary and tertiary amines. Hinsberg test is used for distinguishing primary, secondary and tertiary amines. Hinsberg test is used for distinguishing primary, secondary and tertiary amines. ഡിസ്റ്റിങ്വിഷിംഗ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി അമീൻസ് എഴുതിയില്ലേ? ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു റിയേജൻ്റ് ഉണ്ട്, ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറയും. ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ് ഹിൻസ്ബർഗ് റിയേജൻ്റ്. അതായത് C6H5SO2Cl അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. കേട്ടോ? C6H5SO2Cl മുഴുവൻ പേരാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. അതിനെ ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ഞാനിവിടെ എഴുതുന്ന ശരിക്കും ശ്രദ്ധിക്കുക. C2H5NH2 ഒരു പ്രൈമറി അമീൻ അല്ലേ? C2H5NH2 എന്താണ്? ഒരു പ്രൈമറി അമീൻ. ഇത് എന്ത് ചെയ്യുന്നു? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. അതിൻ്റെ കൂടെ കുറച്ച് KOH, ആൽക്കഹോളിക് KOH കൂടി ചേർക്കണം കേട്ടോ. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡും കൂടാതെ ആൽക്കഹോളിക് KOH ചേർക്കണം.
അപ്പോൾ ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡും ആൽക്കഹോളിക് KOH ചൂടാക്കുമ്പോൾ ആദ്യം ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ ഇതാണ്. ഈ എച്ചും ഈ Cl കൂടെ എന്താവും, HCl ആവും. അപ്പോൾ ബാക്കി NH(C2H5) ഇവിടെ വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, C6H5CO, പിന്നെ ബാക്കി പറഞ്ഞ H പോയി കഴിഞ്ഞാൽ NH(C2H5) കിട്ടില്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന് നമ്മൾ N-ethyl ബെൻസീൻ സൾഫോണമൈഡ് എന്ന് പറയും. കാരണം ഇതാണ് സൾഫോണമൈഡ്. CO അല്ല, SO2. C6H5SO ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ C6H5SO2Cl ആണ്. SO2Cl കേട്ടോ. ഞാൻ തെറ്റിപ്പോയി. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിൻ്റെ മുഴുവൻ ഫോമിലെ അവിടെ എഴുതിയത് ശരിയാണ്, C6H5SO2Cl. അപ്പോൾ ഇവിടെ ഞാൻ SOCl എന്ന് എഴുതിപ്പോയി, SO2Cl. അപ്പോൾ ഇവിടെ SO2 NH(C2H5) വരും. ഇതിൻ്റെ പേര് N-ethyl ബെൻസീൻ സൾഫോണമൈഡ് കിട്ടില്ലേ? ഇനി ഇത് ആൽക്കഹോളിക് KOH ചൂടാക്കും. ആൽക്കഹോളിക് KOHയുമായി റിയാക്ട് ചെയ്യും. ചൂടാക്കണ്ട, KOH ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ ഈ NHൻ്റെ ഈ ഭാഗത്ത് SO2 ബെൻസീൻ, ഇത് ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാകും, ഈ H ഹൈലി അസിഡിക് ആവും. ആ H+ ആ KOHയുമായി റിയാക്ട് ചെയ്യാൻ പോകും. മനസ്സിലായോ? അപ്പോൾ നേരത്തെ പോലെ നമുക്ക് എന്ത് കിട്ടും, C6H5SO2 N കണ്ടോ? ആ N ഏത് പോയി, H പോയി. അപ്പോൾ N- ആവും. ക്ലിയർ ആയോ? N- ആവും. ഇവിടെ എന്ത് വരും, C2H5 ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിക്കുക, ആൽക്കഹോളിക് KOH തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ അപ്പോൾ N- ആയില്ല. ഇനി K+ വരും. അപ്പോൾ ആദ്യം നമ്മൾ കാറ്റയോൺ എഴുതുക, പിന്നെ ആനോൺ എഴുതുക. ഇതുണ്ടാവുക K+ C6H5SO2 N- C2H5 കിട്ടും. അത് പൊട്ടാസ്യം സോൾട്ട് ഓഫ് N-ethyl ബെൻസീൻ സൾഫോണമൈഡ് ആണ്. പൊട്ടാസ്യം സോൾട്ട് ഓഫ് N-ethyl ബെൻസീൻ സൾഫോണമൈഡ്. N-ethyl പൊതുവേ N-alkyl എന്ന് പറയും. ഈഥൈൽ അമീൻ ആയതുകൊണ്ട് N-ethyl. ക്ലിയർ ആയില്ലേ? മുഴുവൻ എഴുതിയതിന് ശേഷം ഞാൻ ഐഡിയ പറഞ്ഞുതരാം. സെക്കൻഡറി അമീൻ ആണെങ്കിൽ എന്താ വരിക, C2H5 twice NH എടുത്തൂടെ. എക്സാമ്പിൾ ഇതാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ഈ Hഉം ഈ Cl HCl ആവും. അപ്പോൾ C6H5SO2 അവിടെ ഏത് കണക്ട് ചെയ്യുക, N. അപ്പോൾ N C2H5 twice ആവും. ഇത് നമ്മൾ NN ഡൈഈഥൈൽ ബെൻസീൻ സൾഫോണമൈഡ് എന്ന് പറയും. ബെൻസീൻ സൾഫോണമൈഡ്. അത് ആൽക്കൈലാണെങ്കിൽ ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും, ഇത് ആൽക്കൈൽ കോമൺ ആയി പറയും, സൾഫോണമൈഡ്. ഇനി ഇത് ആൽക്കഹോളിക് KOH ഇവിടെ എഴുതുക. ആൽക്കഹോളിക് KOH ചേർത്ത് അതിൽ ഇവിടെ H ഉണ്ടോ, ഇവിടെ H ഇല്ല, അതുകൊണ്ട് നോ റിയാക്ഷൻ. അപ്പോൾ അതേപോലെ കിട്ടും. ക്ലിയർ ആയോ? മറ്റേതിൽ റിയാക്ഷൻ നടന്നിരുന്നു. മറ്റേത് എന്തുകൊണ്ടാണ് പൊട്ടാസ്യം സോൾട്ട് ആയത്, ഇവിടെ H ബാക്കിയുണ്ട്. ശരി, അടുത്തത് നോക്കുക. C2H5 thrice N അല്ലേ, ഏതിന് എക്സാമ്പിൾ, ടേഷ്യമീൻ. ഇത് C6H5SO2Cl റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നോ റിയാക്ഷൻ. എന്താ കാരണം, ഫസ്റ്റ് തന്നെ നോ റിയാക്ഷനോ കാരണം ഇവിടെ H ഇല്ല. ക്ലിയർ ആയോ? ഇനി എന്നറിയോ, ഇതിപ്പം സോൾട്ടായി മാറിയില്ലേ, അതുകൊണ്ട് ഇത് വാട്ടർ സോലുബിൾ ആണ്, കാരണം വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ഇത് ക്ലിയർ സൊല്യൂഷനായി കിട്ടും. അതിന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബിൽ ഒരു സാധാരണ ഒരു പച്ചവെള്ളം പോലെ ചെറിയൊരു മാറ്റത്തിൽ കിട്ടുമെന്ന് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു ക്ലിയർ സൊല്യൂഷൻ കിട്ടും. ഇതാണെങ്കിൽ നമ്മൾ നമ്മൾ കണ്ടക്ട് ചെയ്ത ടെസ്റ്റ് ട്യൂബിൽ നിറയെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. വൈറ്റ് കളറിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല, നിറയെ ഉണ്ടാവും. കാരണം എന്താണ്, ഇത് വാട്ടർ സോലുബിൾ ആയ സാധനമായി മാറുന്നില്ല. കാരണം KOHയുമായി റിയാക്ട് ചെയ്താലല്ലേ പൊട്ടാസ്യം സോൾട്ട് ആവുമല്ലോ. ആ സോൾട്ടായി മാറാൻ ഇവിടെ H ഇല്ല. അപ്പോൾ ഇതെന്താ പറ, എന്താണ്, വാട്ടർ സോലുബിൾ ആണോ ഇൻസോലുബിൾ ആണോ? വാട്ടർ ഇൻസോലുബിൾ. കേട്ടോ, വാട്ടർ ഇൻസോലുബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസിപ്പിറ്റേറ്റ്. ക്ലിയർ ആയോ? പ്രസിപ്പിറ്റേറ്റ്. ഇതിൽ പിന്നെ H ഓൾറെഡി ഇല്ല, ടേഷ്യമീനിലെ H ഇല്ല, അതുകൊണ്ട് ഈ SO2Cl റിയാക്ഷൻ നടക്കുകയില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഈ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡും KOH ചേർത്ത് ഷെയ്ക്ക് ചെയ്യുക. ഏതിലാണ് ക്ലിയർ സൊല്യൂഷൻ കിട്ടൽ, പ്രൈമറി അമീൻ. ഏതിലാണ് നിറയെ പ്രസിപ്പിറ്റേറ്റ് കിട്ടൽ, സെക്കൻഡറി അമീൻ. ഏതിൽ റിയാക്ഷൻ നടക്കില്ല, ടേഷ്യമീൻ. മനസ്സിലായോ? ക്ലിയർ? ഐഡിയ ക്ലിയർ ആയില്ലേ? അപ്പോൾ എഴുതിക്കോ.
യെസ്, ഹിൻസ്ബർഗ് റിയേജന്റ് ഈസ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണൈൽ, SULPHONYL എഴുതിയോ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ബ്രാക്കറ്റിൽ C6H5SO2Cl. C6H5SO2Cl എഴുതിയോ? The unknown amino compound is treated with benzene sulfonyl chloride and excess of KOH. Treated with benzene sulfonyl chloride and excess of KOH. Excess of KOH. A primary amine gives a clear solution. Due to the formation of water soluble potassium salt of N-alkyl benzene sulfonamide. N-alkyl benzene sulfonamide. SULPHONAMIDE. A secondary amine gives a precipitate due to the formation of water insoluble NN dialkyl benzene sulfonamide. A tertiary amine does not react with benzene sulfonyl chloride and KOH. A tertiary amine does not react with benzene sulfonyl chloride and KOH. A tertiary amine does not react with benzene sulfonyl chloride and KOH. ഇനി ഇക്വേഷൻ എഴുതണം. നിങ്ങൾ നേരത്തെ എഴുതിയായിരിക്കും, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. C2H5NH2 എഴുതുക. അതായത് പ്രൈമറി അമീൻ ഒരു എക്സാമ്പിളാണ്. C2H5NH2 പ്ലസ് C6H5SO2Cl. C6H5SO2Cl gives C6H5SO2NHC2H5. C6H5SO2NHC2H5. അതിന് താഴെ N-ethyl benzene sulfonamide. എയറോ മാർക്കിൻ്റെ മുകളിൽ ആൽക്കഹോളിക് KOH. എന്നിട്ട് എഴുതുക K പ്ലസ്, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക C6H5SO2N-C2H5. C6H5SO2N-C2H5 വാട്ടർ സോലുബിൾ എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ ക്ലിയർ സൊല്യൂഷൻ. അയ്യോ, രണ്ടാമത്തെ സെക്കൻഡറി അമീനാണ് C2H5 twice NH. C2H5 twice NH plus C6H5SO2Cl. ഈ Cl പോയിട്ട് ഈ Cl H ഇവിടെ HCl ആവും. ഈ N ആണ് ഇവിടെ കൊടുക്കേണ്ടത്. NC2H5 twice. അപ്പോൾ എന്താണ്? C6H5SO2NC2H5 twice. എഴുതിയോ? C6H5SO2NC2H5 twice. അത് NN diethyl benzene sulfonamide. ഇത് വാട്ടർ ഇൻസോലുബിൾ എന്ന് എഴുതുക. precipitate എന്നത് ബ്രാക്കറ്റിൽ. വാട്ടർ ഇൻസോലുബിൾ ബ്രാക്കറ്റിൽ precipitate. അടുത്തത് ടേർഷ്യറി അമീൻ്റെ ഒരു ഉദാഹരണം C2H5 thrice N പ്ലസ്
C6H5SO2Cl നോ റിയാക്ഷൻ എഴുതുക.